നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് 2025 ക്രിസ്മസ് ദിവസമാണ്. സമയം അതിവേഗം മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം മാറ്റം വരുത്തണം. 2026 നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാം. ഇതിനു വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു പുതിയ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കുന്നു. ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എല്ലാം നമുക്ക് മറക്കാം. 2026 നമ്മുടെ ജീവിതത്തിലെ മികച്ച ഒരു വർഷമാക്കി നമുക്ക് മാറ്റാം. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം? കുറച്ച് ഘട്ടങ്ങളായി നമുക്കിതിനെ പറയാം. പലർക്കും പല മേഖലയിലായിരിക്കാം ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ മറക്കുന്നു. ഇപ്പോൾ നമ്മൾ തുടങ്ങുകയായി. നമ്മുടെ ശീലത്തിൽ മാറ്റം കൊണ്ടുവരാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ എഴുന്നേൽക്കുക എന്ന് തന്നെയാണ്. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ അലാറം സെറ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ്. പകരം രാത്രി കിടക്കുന്ന സമയം ഉറങ്ങാൻ പോകുന്നതിനും ഒരു അരമണിക്കൂർ മുന്നേ ഒരു 5 മിനിറ്റ് നിങ്ങൾ എവിടെയും ചിന്തിക്കാതെ നിങ്ങളുടെ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുന്നതും ശ്വാസം വിടുന്നതും ശ്രദ്ധിക്കുക. ശേഷം നിങ്ങളുടെ മനസ്സിനോട് പറയുക, ഞാൻ നാളെ രാവിലെ 5:30 എഴുന്നേൽക്കും. എനിക്ക് നാളെ 5:30 എഴുന്നേറ്റേ പറ്റൂ. എഴുന്നേൽക്കണം. നീ എന്നെ ഉണർത്തണം. ഇങ്ങനെ മനസ്സിനോട് സ്വയം നിർദ്ദേശം പറഞ്ഞുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങുക. ഞാൻ പറയുന്നു, കൃത്യം 5:30 തന്നെ ഒരു അലാറവും ഇല്ലാതെ നിങ്ങൾ ആ സമയം എഴുന്നേൽക്കും. അതാണ് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ അത്ഭുത ശക്തികളിലൊന്ന്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാര്യവും ചെയ്യാനില്ലാത്ത ദിവസം നിങ്ങൾ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിച്ചാലും നിങ്ങളുടെ മനസ്സ് അതിന് അനുവദിക്കില്ല. നിങ്ങൾ അവിടെ തന്നെ കിടത്തും, നിങ്ങളെ അവിടെ തന്നെ കിടത്തും. എന്നാൽ നിങ്ങൾക്ക് ഒരു ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഒരു ദൂരയാത്രയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി ഉണരും. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം നിങ്ങൾ ഉപബോധ മനസ്സിന് തലേ ദിവസം കൊടുക്കുന്ന കൃത്യമായ നിർദ്ദേശം തന്നെയാണ്. നിങ്ങളുടെ മാറ്റത്തിൻ്റെ തുടക്കം ഇവിടുന്നാണ്. ഇനി നിങ്ങൾ എന്നും കൃത്യമായി ഈ നിർദ്ദേശം കൊടുത്ത് എഴുന്നേൽക്കുക. ശേഷം രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 5 മിനിറ്റ് ആ കിടക്കയിൽ തന്നെ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ മലർന്ന് കിടന്നുകൊണ്ടോ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. പല ചിന്തകളും കയറി വരും. ചിന്തകളെ നിങ്ങൾ നോട്ട് ചെയ്യുക. ചിന്തകൾ വന്നുപോയതിൽ നിങ്ങൾ അസ്വസ്ഥരാകാതിരിക്കുക. ചിന്തകൾ ശ്രദ്ധിച്ച ശേഷം വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം. ബ്രീത്തിങ്ങിന് ശേഷം നിങ്ങൾ സ്വയം നിർദ്ദേശം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാത്ത മാറ്റം നിങ്ങൾ സാധ്യമാവും. ആദ്യം നിങ്ങൾ നന്ദി പറയുക. ഈ ദിവസം കൂടി എനിക്ക് തന്നതിന് പ്രപഞ്ചത്തോട് നന്ദി പറയുക. ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും എൻ്റെ മുന്നിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ആകർഷിക്കപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തോടെയും സന്തോഷത്തോടുകൂടിയും എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്നും മനസ്സിനോട് സ്വയം പറയുക. നിങ്ങളുടെ ഈ നിർദ്ദേശങ്ങളെ അടുത്ത സ്റ്റെപ്പിലേക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകും. കാരണം അടുത്ത സ്റ്റെപ്പ് എന്നത് വ്യായാമമാണ്. രണ്ടാമതായി നിങ്ങൾ റൂമിന് പുറത്തിറങ്ങുക. ചെറിയ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിന് മൂവ്മെന്റ് കൊടുക്കുക. ചെറിയ സ്ട്രെച്ചിങ് കൊടുക്കുക. നടക്കാൻ കഴിയുമെങ്കിൽ വീടിന് മുറ്റത്തുകൂടെ ആയാലും നിർത്താതെ ഒരു 30 മിനിറ്റ് ചെയ്യുക.
തുടക്കത്തിൽ നിങ്ങൾക്ക് 30 മിനിറ്റ് പ്രയാസമായിരിക്കും. അതിനെ 15 മിനിറ്റ് ആക്കുക. മൂവ്മെന്റ് ഇല്ലാത്ത ശരീരം എന്നത് തുരുമ്പ് പിടിച്ച യന്ത്രം പോലെയാണ്, പെട്ടെന്ന് നശിക്കാൻ കാരണമാകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ ഒരുപാട് സ്നേഹിക്കുക. വ്യായാമം കഴിഞ്ഞല്ലോ. വ്യായാമം കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം വിശ്രമിക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വെറും വയറ്റിൽ വെള്ളം ധാരാളം കുടിക്കുക. വെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ നോക്കാതെ തന്നെ ആസ്വദിച്ച് ചവച്ചരച്ച് നിങ്ങൾ കഴിക്കുക. തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങളുടെ മുന്നിൽ പല ആളുകളും പല നെഗറ്റീവ് സാഹചര്യങ്ങളും വന്നേക്കാം. അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിനോട് പറയുക, ഞാൻ പോസിറ്റീവ് എനർജിയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് വലയങ്ങളുണ്ട്. അവയ്ക്ക് എന്നിലേക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളെ തട്ടിമാറ്റാനുള്ള ശക്തിയുണ്ട്. ഇത് നിങ്ങൾ സ്വയം മനസ്സിൽ പറയുക. എപ്പോഴൊക്കെ നിങ്ങൾക്ക് നിഷേധ ചിന്തകൾ വരുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് അതിനെതിരായി പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരാൻ സാധിക്കണം. നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലിട്ട് മനസ്സിനെ അസ്വസ്ഥമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ മനസ്സിലേക്ക് മനഃപൂർവ്വം പല ആവർത്തി കൊടുക്കുക. നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. പ്രത്യേകം ഞാൻ പറയുന്നു, ഭക്ഷണം ഒരു തവണ കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ ഉള്ള വിശപ്പ് മാറ്റാനാവില്ല. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ വരുന്ന നെഗറ്റീവ് കാര്യങ്ങളെ ഭയപ്പെടരുത്. ഒരു ദിവസം ചെയ്തു നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും പോസിറ്റീവായിരിക്കാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നെഗറ്റീവ് വന്നോട്ടെ, അതിനെ ഭയപ്പെടരുത്. അതിനെ നേരിടാനുള്ള പോസിറ്റീവ് ആയുധങ്ങൾ എൻ്റെ കയ്യിലുണ്ടെന്ന് മനസ്സിനോട് ഉറച്ചു പറയുക. മാറാൻ തയ്യാറായവർ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. എല്ലാവർക്കും ഒരു പുതുവത്സരം നേരുന്നു. ഈ മാറ്റത്തിന് എന്നോടൊപ്പം തയ്യാറായവർ ഐ ആം റെഡി എന്ന് കമൻറ്റ് ചെയ്യുക. നന്ദി.